ഭരണഘടന എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിയാണ് കോടതികൾ ഒരു കാര്യത്തിൽ, ഒരു കേസിൽ, ഒരു ന്യായത്തിലേക്ക് എത്തുക. നമ്മുടെ ഭരണഘടനയാണ് അതിന്റെ മാനദണ്ഡം എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാണ്ട് കേന്ദ്രം ആര് ഭരിക്കുന്നു എന്നത് നോക്കിയാണോ താങ്കൾ പറഞ്ഞ് മണ്ടത്തരമാണോ ഈ പറയുന്നത്? അല്ല, മണ്ടത്തരം ഞാനാണോ രേണുകയാണോ പറയുന്നത്? ഞാനിപ്പോൾ വായിക്കുന്നത് കേട്ടാൽ മനസ്സിലാവും. ഞാൻ ആ കോടതി ഉത്തരവിൽ 5 പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ രേണുകയുടെ അറിവിലേക്ക് പറയാം. നിങ്ങൾക്ക് വിവരമില്ല എന്നൊന്നും പറയാൻ ഞാനാണല്ല, പക്ഷെ എനിക്ക് വിവരമില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ വിവരം ഒന്ന് അതല്ല താങ്കൾ പറഞ്ഞതെന്താണ് അത്ര ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. താങ്കൾ പറഞ്ഞതെന്താണ്? ഞങ്ങളല്ല അന്ന് ഭരിക്കുന്നത്, കോടതി ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ എന്നതാണ് പറഞ്ഞത്. അതിനെയാണ് ഞാൻ ഖണ്ഡിച്ചത്. രേണുക, ഒരു ആരോഗ്യപരമായ സംവാദത്തിന് നല്ലത് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ടി.പി. ജയചന്ദ്രൻ, നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണോ ഇത് നിർബന്ധമാക്കുമ്പോൾ, വന്ദേമാതരം ആലാപനം നിർബന്ധമാക്കുമ്പോൾ നിങ്ങൾ കരുതിയത്, അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണോ? 24 മണിക്കൂർ സമയത്തിനകം മാപ്പ് പറയണം എന്ന ഒരു കാര്യം വെക്കുന്നു. രാജ്യം മാപ്പ് തരില്ല എന്നതാണ് അമിത്ഷാ പറയുന്നത്. ഇവിടെ ആലപിക്കുകയോ ആലപിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ള നാടാണ്. AICCക്കും അത്തരം സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണിത് ഈ നിലയിലൊക്കെ രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന വിഷയമാക്കി മാറ്റി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ശ്രമിക്കുന്നു എന്ന തരത്തിൽ തോന്നിപ്പോകുന്നു? രേണുക, ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ വിഷയമല്ല, രാഷ്ട്രം സ്വീകരിച്ച ഒരു വിഷയത്തിന്റെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. നോക്കൂ, 1996 ആരംഭിച്ച് 1800കളിൽ ആരംഭിച്ച് 40-40 വർഷക്കാലം ഇത് ആലപിച്ച് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു വൈദ്യുത സ്ഫുലിംഗം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച ഒരു മഹത്തായ ഗാനത്തിൻ്റെ 150ാം വാർഷികമാണ് രേണുക ഇത്. ആ ഗാനത്തെ വികലമാക്കരുത് എന്നുള്ള ഒരു നിയമമാണ് പാസാക്കിയത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ ഗാനം പാടാം, പാടാതിരിക്കാം. കേരളത്തിൽ പാടിയില്ല, ഒന്നും ചെയ്യാനില്ല. പക്ഷെ പാടുമ്പോൾ അതിന് വികലമാക്കരുത്, അതിന് അനാദരിക്കരുത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. ഇനി രേണുക, നിങ്ങൾ നോക്കൂ, ഇത് എൻ്റെ സുഹൃത്ത് സമ്പത്തൊക്കെ എല്ലാത്തിലും കുത്തിച്ചെലുത്തുന്ന വർഗീയതയുടെ അളവുകോൽ വെച്ച് നടക്കുക നമ്മൾ. ഈ ഗാനം ഇന്ത്യ രാജ്യത്തെ എൻ്റെ ഓർമ്മയിൽ 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ, എല്ലാത്തിനെയും എതിർക്കുന്ന ശീലമുള്ള 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ മുഴുവൻ സംസ്ഥാനങ്ങളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാവരും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ, അതാണല്ലോ ഇവരിങ്ങനെ താളത്തിൽ പറയുന്നത്, എല്ലാവരും പാടിയില്ലേ? നോക്കൂ, ഇതിൽ ഇവിടെയാണ് മതേതരത്വത്തിൻ്റെ ഒരു ഭീഷണി, ഒരു വ്രണപ്പെടലുണ്ടായത്. സമ്പത്തെ, താങ്കൾ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് സമ്പത്തിന് അറിയോ? ഒമർ അബ്ദുള്ളയാണ്. 6 സ്റ്റാൻസയും പാടിയപ്പോൾ അദ്ദേഹത്തിന് വ്രണപ്പെട്ടു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായില്ല അത് എന്നൊരു വസ്തുതയുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ ടി.പി. ജയചന്ദ്രൻ, നോക്കൂ, ഈ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന, അതിലൊക്കെ പ്രധാന കണ്ണിയായ കോൺഗ്രസിനെ ദേശസ്നേഹം ഇനി BJP പഠിപ്പിക്കേണ്ടതുണ്ടോ? അത് ദേശവിരുദ്ധമാണ് എന്ന് കാണിച്ച് ആ നിലയിൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നത് എത്ര മൗഢ്യമാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ. മനസ്സിലാക്കി തരാം. രേണുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തുന്നതിന് പകരം, ആങ്കർ അല്ലേ, എൻ്റെ സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നോട് നിർത്താൻ പറഞ്ഞു നിങ്ങൾ എല്ലാ ചോദ്യം ചോദിച്ചോ, ഞാൻ കേട്ടോളാം. ഇനി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ ഞങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നില്ല രേണുക. കോൺഗ്രസിനെ ഈ രാജ്യത്തെ ജനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് രാജ്യസ്നേഹം. കോൺഗ്രസ്സുകാർ പഠിപ്പിക്കും. ഞാൻ അത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ വായെ കയറിയത്. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അതെന്റെ ചെറുപ്പം പോലെയുള്ള ശീലം. DK ശിവകുമാർ 6 സ്റ്റാൻസയും പാടിയപ്പോഴും മതേതരത്വം ഇടിഞ്ഞു വീണു പോയോ? നോക്കൂ, തെലങ്കാനയിലെ രവന്ത് റെഡ്ഡി ഈ പാട്ട് പാടിയപ്പോൾ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഹിമാചൽ പ്രദേശിലെ സുവീന്ദർ സിംഗ് പാടിയപ്പോൾ കുഴപ്പമുണ്ടായോ? ഷിബു സോറന്റെ 4 കോൺഗ്രസ് മന്ത്രിമാരുള്ള ഷിബു സോറന്റെ നാട്ടില് ഇത് പാടിയപ്പോൾ കുഴപ്പമുണ്ടായോ? മിസോറാമിൽ പാടിയപ്പോൾ കുഴപ്പമുണ്ടായോ? അപ്പൊ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല എന്നുള്ളത് വ്യക്തമായില്ലേ? അപ്പൊ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല എന്നുള്ളത് വ്യക്തമായില്ലേ? കേരളത്തിലും ഇല്ല. ഞാൻ കേരളത്തിലും ഇല്ല, നിങ്ങൾ സ്ഥാപിച്ചു തരാം. ഈ മാസം 18-ാം തീയതി മെയ് 18-നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചടങ്ങ്. 6 സ്റ്റാൻസയും ലീഗുകാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഇരുന്ന് 6 സ്റ്റാൻസ പാടിയത് കേട്ടോ? പിന്നീട് ആദ്യത്തെ നയപ്രഖ്യാപന സമ്മേളനത്തിൽ അത് അന്ന് നിയമമായിട്ടില്ല, അന്ന് പകുതിയെങ്കിലും പാടിയോ? കേരളത്തിൽ ഒരു സർക്കുലർ
ചീഫ് സെക്രട്ടറി, ആർക്കാ ചീഫ് സെക്രട്ടറി ശമ്പളം കൊടുക്കുന്നത്, ആര് പറഞ്ഞ അയാൾ കേൾക്കാന്നൊക്കെ രേണുക നിങ്ങളും ഞാൻ ചർച്ച ചെയ്യണോ? അത് കേരളത്തിൽ സർക്കുലർ പാസ് ചെയ്തോ? ഈ രാജ്യത്ത് രേണുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 30 കൊല്ലത്തോളം ബംഗാൾ ഭരിച്ച്, സമ്പത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്, 30 കൊല്ലം ഭരിച്ച ബംഗാളിൽ അവിടെ നിന്നാണ് ഈ ഗാനത്തിന്റെ ഉത്ഭവമുള്ളത്. രവീന്ദ്രനാഥ് ടാഗോർ ആയാലും ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയാലും ആ സംസ്ഥാനത്ത് CPM-ന്റെ കുതന്ത്രങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് അവിടെ ഈ വർഷം BJP അധികാരത്തിൽ എഴുതിയ വർഷം കൂടിയാണ്. ഈ വർഷം എന്ന് പറയുന്നത് വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികമാണ്. ഇന്ന് നിങ്ങളറിയാം, ഇന്ത്യ രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ഒരു വൈദ്യുത സ്ഫുലിംഗം പോലെ അവരെ ആവേശഭരിതമാക്കുന്ന ഒരു ഗീതമാണ്. ആ ഗീതത്തിൽ AICC കൊടുത്ത സർക്കുലർ പോലും 4ആയി ചുരുട്ടി കീറി കുപ്പയിലെറിഞ്ഞ് AICയുടെ ആസ്ഥാനത്ത് പാടി. സൂപ്പർ സർ, അവിടെ ജയറാം രമേശ് പറഞ്ഞത് കസേര ചോദിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാർക്ക് അറിയാം രേണുക, ഈ ഗാനത്തെ എതിർക്കുന്നത് കോൺഗ്രസിന്റെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. ഞങ്ങൾ അവരെ ദേശസ്നേഹം പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ അവരെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നില്ല, ഈ രാജ്യത്തെ ജനത പഠിപ്പിക്കുമെന്നാണ്, ഈ രാജ്യത്തെ ജനങ്ങൾ പഠിപ്പിക്കുമെന്നതാണ്. അമിത്ഷായും ആ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. മതി മതി, ഇപ്പൊ തന്നെ ആകെ നാറി. ഒരു കാര്യം പറയാം, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട. ബിജെപിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള എന്തർഹതയുണ്ട് എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ പതാകയെ പോലും എപ്പോഴാണ് അംഗീകരിച്ചു തുടങ്ങിയത് RSS എന്ന കാര്യമാണ് ചോദിക്കുന്നത്. സമ്പത്ത് നോക്കൂ, ഇന്ന് സംസ്ഥാനത്ത് വന്ദേമാതരം ആലപിക്കാത്തത് BJP വലിയ വിഷയമാക്കി എടുത്തിരിക്കുകയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിക്കും ലീഗിനും കീഴടങ്ങിയിരിക്കുന്നു എന്ന കാര്യമാണ് പറയുന്നത്. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്താണ് അതിൻ്റെ വരും വരായിക എന്നത് ഒരു ഭീഷണി സ്വരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തുന്നതിനെ എങ്ങനെ കാണുന്നു? സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ചർച്ചകൾക്ക് ശേഷം അവിടെ തീരുമാനിച്ചിട്ടുള്ളത്, മിനിറ്റ്സ് പരിശോധിച്ചാൽ മതി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പാർലമെന്റിൽ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ ചർച്ചകളെല്ലാം നടത്തുമ്പോൾ 2 സ്റ്റാൻസ, വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസ, അതാണ് നാഷണൽ സോങ് ആയി ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നുള്ള നിലയിലേക്ക് രാജ്യസ്നേഹം വല്ലാതെ മൂത്ത് ഞങ്ങൾക്കാണ് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും രാജ്യവിരുദ്ധരാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി അത്തരത്തിൽ സംഘപരിവാർ പ്രവൃത്തികൾ അത്തരത്തിൽ ശ്രമിക്കുന്നുവെങ്കിൽ അവരെ നടത്തിക്കോട്ടെ ആ കാര്യങ്ങൾ. അതുകൊണ്ടൊന്നും തന്നെ പഴയകാലത്തെ അവരുടേതായിട്ടുള്ള ഇനി എത്രമാത്രം അറേബ്യയിൽ നിന്നുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് കൈ കഴുകിയിരുന്നാലും ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ എന്നൊരു പഴയൊരു ചൊല്ലുണ്ടല്ലോ, അതൊന്നും കൊണ്ട് അവരുടെ കയ്യിലെ രക്തക്കറയൊന്നും അങ്ങനെ പോകാൻ, അത് കഴുകിക്കളയാൻ കഴിയുന്നതല്ല. താൻ വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. അപ്പോൾ ഈ വാക്കുകൾ ഉച്ചരിക്കാതെ അവിടെ ഈ അനുസരണയോടെ ജാഗ്രതയോടെ എല്ലാ ബഹുമാനത്തോടും കൂടി അവിടെ നിൽക്കുന്ന ആളുകളുടേത് ഇതൊന്നും തന്നെ ഇവിടെ ഇതിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള നിരവധി വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഈ രാഷ്ട്രത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടവും സാധ്യമല്ല. പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ അത് മുന്നോട്ട് തന്നെ പോകും. ആണോ? ഭയങ്കര തെറ്റാറില്ല, ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ശ്രീ TP ജയചന്ദ്രൻ, നോക്കൂ, 80ാമത് സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിച്ചത്. ഇതുവരെ ഈ നിലയിൽ ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ദേശസ്നേഹത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ? ഇല്ല. കേരളത്തിൽ അത് ആലപിച്ചില്ല. ദേശീയ ഗാനം പോലും നിർബന്ധം അല്ല എന്ന കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നീടാണല്ലോ ഗീതം വരിക. അപ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് അലി ജിന്നയുടെ വിഭജന രാഷ്ട്രീയം കേരളം നടപ്പാക്കുന്നു എന്ന് ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടി വിമർശിക്കാൻ കഴിയുക? അപ്പോൾ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നേട്ടം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് വെളിവാവുകയല്ലേ? അങ്ങനെ രേണുകയെ പോലുള്ള ആളുകൾ വിലയിരുത്തുന്നതിനെ തടയാൻ പറ്റില്ല രേണുക. കാരണം അതാണ് ജനാധിപത്യം. അങ്ങനെ വിശ്വസിക്കാനുമുള്ള പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന ജനാധിപത്യം. പക്ഷേ ചില വസ്തുതകൾ നമ്മൾക്ക് മറന്നു പോകാൻ പറ്റുമോ? എല്ലാവരും 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ 2 വരി പാടാൻ മതി എന്ന് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? എന്തേ 1896 മുതൽ ഈ കോൺഗ്രസ് പാർട്ടി ഈ പാട്ട് പാടിയപ്പോൾ കോൺഗ്രസിന് അത് സ്വീകാര്യമായത് എന്തായിരുന്നു? അതിലെന്തെങ്കിലും വർഗീയത രേണുക ഉണ്ടായിരുന്നോ? അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ AICCയുടെ അധ്യക്ഷനായ കാലഘട്ടം ഉണ്ടായിരുന്നു. ശ്രീ TP ജയചന്ദ്രൻ, നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് രാജ്യത്ത് അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോ ഭരണഘടനയെ മറികടന്ന് കൊണ്ടുവരാൻ പറ്റുമോ താങ്കൾക്ക്?
അങ്ങനെ ഏതെങ്കിലും ന്യായീകരണം സൃഷ്ടിക്കാൻ പറ്റുമോ? പഴമയിലേക്ക്, ഇന്ത്യയുടെ പുരാതന കാലത്തേക്ക് തിരിച്ചു പോകാൻ അങ്ങനെ ഭരണഘടന മറികടന്ന് എന്തെങ്കിലും നീക്കം നടത്തുവോ? അങ്ങനെ അത് രേണുകയുടെ വ്യാഖ്യാനമാണ്. രേണുക അങ്ങനെ പാലിക്കപ്പെട്ടു പോകുന്നത് അതേപടി നിർത്താനല്ല ജനങ്ങൾ BJP അധികാരത്തിലേറ്റിയത്. അങ്ങനെയാണെങ്കിൽ ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറ്റാൻ പോയ CPM-കാരെ ഏറ്റാമായിരുന്നു, ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനെ കയറ്റാമായിരുന്നു. നിങ്ങളിപ്പോൾ അനുസ്മരിച്ച മറ്റൊരു കാര്യം ഓർക്കുന്നു, 370-ാം വകുപ്പ് അത് ഇന്ത്യ രാജ്യത്ത് മാറ്റിയവ കത്തിക്കുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായത് ഇന്നത് നിലവിലില്ല. ആ രാജ്യത്തെ, ആ സംസ്ഥാനത്തെ ജനങ്ങൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചിരിക്കുന്നു. രാജ്യത്തെ ഇത്തരം മാറ്റങ്ങൾ രാജ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ നടപ്പിലാക്കും. അത് പരിശോധിക്കാൻ എന്താ രേണുക വഴി? ശ്രീ പി ജയചന്ദ്രൻ, ഈ രാജ്യം എന്ന് പറയുന്നത്, രാജ്യത്തിലെ മനുഷ്യരെന്ന് പറയുന്നതിൽ ഇതിനോട് ആശങ്കയുള്ളവർ ഉൾപ്പെടുന്നില്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാമല്ലോ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്ന 1936 ശേഷം അത് മാറ്റിയതെന്ന് പറഞ്ഞാൽ ഈ രാജ്യം അവരുടേതും കൂടിയാണ്, അവരുടെ ആശങ്കകളും പരിഗണിക്കപ്പെടണമെന്ന് കണ്ടുകൊണ്ടാണ് മതനിരപേക്ഷ നാട് അത് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന നാട് അത് ഒഴിവാക്കിയത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ വിഭാഗക്കാർക്ക് ആശങ്കകൾ ഉണ്ടാകും. അവരെ അഡ്രസ്സ് ചെയ്യുന്നവർ അത് പറയും. അത് സ്വാഭാവികമല്ലേ? എങ്ങനെയുണ്ട്? വളഞ്ഞു പറഞ്ഞോ? അല്ല, രേണുക ഈ നരേഷൻ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ കാശ്മീർ മുഖ്യമന്ത്രിയുടെ കഥ ചോദിച്ചത് നിങ്ങളോട്. അദ്ദേഹം പാടിയല്ലോ, അദ്ദേഹം മുസ്ലിം അല്ലേ? അബ്ദുൽ കലാം ആസാദ് മുസൽമാനല്ലേ? ഈ മുസൽമാന്റെ അങ്ങനത്തെ ആരും അങ്ങനെ അതിന്റെ അട്ടിപ്പറ അവകാശം ഒന്നും ഏറ്റെടുക്കണ്ട. പകരം നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാ, മുസ്ലിം ലീഗ് അതിനെ എതിർത്തിരുന്നു. ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറ അവകാശം മുസ്ലിം ലീഗിനുണ്ടോ? അത് അവർക്കില്ലാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ പോലും അവർക്കത് പാടി കേൾക്കേണ്ടി വന്നത്. ഇനി അവരാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് രേണുക, നിങ്ങളും സമ്പത്തും തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ. ജനഗണമനയുടെ കാര്യത്തിൽ എന്താ കോടതി പറഞ്ഞത്? പാടേണ്ടതില്ല എന്നല്ല, ഇഷ്ടമുള്ളവർ പാടിയാൽ മതി. പക്ഷെ അതിന് അപമാനിക്കുക, നിർബന്ധിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആരെയും അത് പാടണമെന്ന് നിർബന്ധിക്കാനാകില്ല എന്നതാണ് കോടതി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വധം പറഞ്ഞത്. ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് മലയാളം മനസ്സിലാവൂലേ രേണുക? കോടതി പറഞ്ഞത് അത് തന്നെയാണ്, ആരെയും നിർബന്ധിക്കേണ്ട, എല്ലാവർക്കും പാടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതിനെ അനാദരിക്കരുത്. ഇനി ഈ കേസ് നടന്നത് 85-ലല്ലേ? അന്ന് BJP അല്ലല്ലോ അധികാരത്തിൽ, കേരളത്തിന്റെ സംസ്ഥാനത്താണ്. റെക്ടിഫൈ ചെയ്യാവുന്ന കുട്ടികളെ പുറത്താക്കിയപ്പോൾ റെക്ടിഫൈ ചെയ്യേണ്ട ഭരണകൂടം കേരളത്തിൽ റെക്ടിഫൈ ചെയ്തില്ല. എന്താണെന്ന് അന്വേഷിക്കണം രേണുക. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേന്ദ്രം ആര് ഭരിക്കുന്നതെന്ന് നോക്കിയല്ലല്ലോ കോടതികൾ ഉത്തരവിടുക. നമ്മുടെ ഭരണഘടന എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിയാണ് കോടതികൾ ഒരു കാര്യത്തിൽ, ഒരു കേസിൽ, ഒരു ന്യായത്തിലേക്ക് എത്തുക. നമ്മുടെ ഭരണഘടനയാണ് അതിന്റെ മാനദണ്ഡം എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാണ്ട് കേന്ദ്രം ആര് ഭരിക്കുന്നു എന്നത് നോക്കിയാണോ താങ്കൾ പറഞ്ഞ് മണ്ടത്തരമാണോ ഈ പറയുന്നത്? അല്ല, മണ്ടത്തരം ഞാനാണോ രേണുകയാണോ പറയുന്നത്? ഞാനിപ്പോൾ വായിക്കുന്നത് കേട്ടാൽ മനസ്സിലാവും. ഞാൻ ആ കോടതി ഉത്തരവിൽ 5 പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ രേണുകയുടെ അറിവിലേക്ക് പറയാം. നിങ്ങൾക്ക് വിവരമില്ല എന്നൊന്നും പറയാൻ ഞാനാണല്ല, പക്ഷെ എനിക്ക് വിവരമില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ വിവരം ഒന്ന് അതല്ല താങ്കൾ പറഞ്ഞതെന്താണ്? താങ്കൾ പറഞ്ഞതെന്താണ്? ഞങ്ങളല്ല അന്ന് ഭരിക്കുന്നത്, കോടതി ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ എന്നതാണ് പറഞ്ഞത്. അതിനെയാണ് ഞാൻ ഖണ്ഡിച്ചത്. അല്ല രേണുക, ഒരു ആരോഗ്യപരമായ സംവാദത്തിന് നല്ലത് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും പറഞ്ഞതിന്റെ അർത്ഥം എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി തെറ്റിദ്ധാരണ ഞാൻ തിരുത്തിയാണ്. ഒന്ന് രേണുക കേട്ടോളൂ. 5 നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തിയത്. 1, ദേശീയ ഗാനം പാടാൻ നിർബന്ധിക്കുന്ന പ്രത്യേക നിയമവ്യവസ്ഥ ഇല്ല, രാജ്യത്ത് അങ്ങനെ വ്യവസ്ഥ ഇല്ല. 2, രേണുക ശ്രദ്ധിക്കണം, ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് പ്രധാനമാണ്. 3, മതവിശ്വാസത്തിന്റെ പേരിലുള്ള യഥാർത്ഥ മനസാക്ഷി എതിർപ്പ് സംരക്ഷിക്കപ്പെടും. 5, സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ഭരണഘടനാ വിരുദ്ധം. ഇത് വളരെ കൃത്യമായിട്ട് കോടതി പറയുന്നു. അത് തന്നെ എപ്പോഴും ഞങ്ങൾ പറയുന്നുള്ളൂ. പൊന്നുപോലെ കൈ കലക്കി പറഞ്ഞാ പോലെ കലക്കി